ഹായ് ഹലോ എല്ലാവർക്കും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഒരുപാട് നാളായി ഒരു വീഡിയോ വ്ളോഗൊക്കെ ഇട്ടിട്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയി പോയി. അപ്പോൾ അപ്ഡേറ്റുകൾ എപ്പോഴും സെയിം അപ്ഡേറ്റിനെ ആയിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഒരു സിറ്റുവേഷൻ വന്ന കാരണം നമ്മൾ പിന്നെ കുറച്ച് നാൾ അപ്ഡേറ്റ്സുകളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് മേ ബി നമ്മുടെ ലാസ്റ്റ് ഒരു അപ്ഡേറ്റ് വീഡിയോ ആയിരിക്കും. ഇനി ഒരു അപ്ഡേറ്റ് വീഡിയോ ഈ ഒരു മാറ്റർ വെച്ചിട്ട് നമ്മൾ ഉണ്ടായിരിക്കില്ല. ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇനി വ്ളോഗായിട്ട് ഇടുന്നുണ്ടാവുക. ഇത് ലാസ്റ്റ് മോളുടെ കാര്യത്തിൽ ഇത് ലാസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കും. നമ്മൾ ലാസ്റ്റ് അപ്ഡേറ്റ് ഇട്ടപ്പോൾ നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചതിനും ഒക്കെ നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇപ്പോൾ താങ്ക്സ് പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, ഇത് ശരിയായി വരും എന്നുള്ളത്. പക്ഷെ ആ ഒരു ഹോപ്പിന് മുഴുവനായിട്ട് നമുക്ക് എന്താ പറയാ ശരിയായ മതിയാണെന്നുള്ള ഹോപ്പ് ഉണ്ടാവും. പക്ഷെ അത് നടന്നില്ല. കുറച്ച് ഡെഡ് സെൽസ് വന്ന കാരണം അത് അവര് 10 days കഴിച്ച് പോയപ്പോൾ ഡെഡ് സെൽസ് കാരണം അത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ ഇൻഫെക്ഷൻ ആവും അവർ ഉറപ്പിച്ച് പറഞ്ഞു. സോ ഞങ്ങൾക്ക് പിന്നെ വേറെ വഴിയിലാണ് ഞങ്ങൾ എടുത്തോളം പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 10 days കഴിച്ച് മൈനർ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഓപ്പറേഷനിൽ അത് റിമൂവ് എടുത്തിട്ട് അത് ഫുൾ അവരിങ്ങനെ പൊതിഞ്ഞു വെച്ചു. ഉള്ള അതെന്താ ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്ന സ്ഥലമൊക്കെ എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് വെച്ച് അങ്ങനെ അവർ 3 സ്റ്റിച്ച് ഇട്ടു, ചുറ്റോളം 3 സ്റ്റിച്ച് ഇട്ടു. സോ അത് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതുള്ള പോലെ തന്നെ അങ്ങനെ വളർന്നുള്ളൂ. അത് ഇത്രേ ഉണ്ടാവുള്ളൂ. ഫ്യൂച്ചറിൽ ഇനി ചിലപ്പോൾ ചെറിയ കുട്ടിയെ കാരണം ചിലപ്പോൾ വളരും എന്നുള്ള അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർ പറയുന്നത്. ഞങ്ങൾക്ക് തരുന്നത് ന്യൂബോൺ ആയ കാരണം കുട്ടി വലുതാവുന്നതനുസരിച്ച് അത് വലുതായി വരാൻ ചാൻസ് ഉണ്ട്. നഖത്തിന്റെ ഒരു ചെറിയ പീസ് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഷേപ്പ് ഉണ്ടാവോ ഇല്ലയൊന്നും നമുക്കറിയില്ല. മേ ബി അത് ഫുള്ളി ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2 years ഒക്കെ കഴിഞ്ഞിട്ട് മോൾക്ക് സർജറി ചെയ്തിട്ട് അപ്പത്തെ ഏതാണ് ലേറ്റസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ അങ്ങനത്തെ പ്രൊസീജിയർ ഒക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞത് ഡോക്ടേഴ്സ്. ഞങ്ങളിപ്പോൾ അതിനൊന്നും ശ്രമിക്കില്ല. പിഞ്ചു കുഞ്ഞല്ല, അപ്പൊ അവർക്ക് അത്രയും വന്നിട്ടില്ലല്ലോ, ഫ്ലഷസ് വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ഡിലേ ആവും. 3 to 4 years കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ആ ടൈമിൽ എത്ര അഡ്വാൻസ്ഡ് ഉള്ള ഫെസിലിറ്റീസ് ഉണ്ടോ അതിനനുസരിച്ച് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോ ഫുൾഫിൽ ആയിട്ട് അത് ശരിയായിട്ടില്ല. കുട്ടിയുടെ കൈ കാണുമ്പോൾ നമുക്ക് വിഷമമാണ്, വേറെ വഴിയില്ല. ഞാൻ എന്താ ചെയ്യാ, അഡാപ്റ്റ് ചെയ്ത് പോയല്ലേ പറ്റുള്ളൂ. ഇനി ഇതിനെ കുറിച്ച് തന്നെ ഞങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും ഡൗൺ ആവും, എല്ലാവരും ഡൗൺ ആവും, പിന്നെ കുട്ടീനെ നോക്കാണ്ടാവും. നമ്മള് ഇനിയും ഫേസ് ചെയ്യേണ്ടി വരും. കാരണം ഇത് നമുക്ക് കാണുമ്പോൾ നമുക്ക് വേറെ പോലെ ഫീൽ ചെയ്യാം, ഭയങ്കര വിഷമം ഫീൽ ചെയ്യും. ഇത്ര ദിവസം ഞങ്ങൾക്ക് അത് ഫുള്ള് പ്ലാസ്റ്റർ ചെയ്ത കാരണം സംഭവം ഞങ്ങൾ കണ്ടേന്നില്ല. എപ്പോഴെങ്കിലും അഴിഞ്ഞു പോകുമ്പോൾ കണ്ട് തിരിച്ചന്നെ ഞങ്ങൾ ഡ്രസ് ചെയ്യാം. അങ്ങനെ പോയി ഇപ്പൊ ഫുൾ അത് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് 10 days കഴിഞ്ഞ് ഞങ്ങൾ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. തിരിച്ചു പോയിട്ട് ലാസ്റ്റ് വീക്ക് 17th പോയിട്ട് ഞങ്ങൾ അത് ഫുൾ റിമൂവ് ചെയ്തു. 3 സ്റ്റിച്ച് റിമൂവ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിന്റെ ആവശ്യമില്ല, ഓപ്പൺ ആയിട്ട് വിട്ടോളെ. സോ അത് നോർമലായിട്ട് ആയിക്കോളും. നമ്മൾ കോക്കനട്ട് ഓയിലൊക്കെ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ സ്കിന്നായി മാറും. അത് കഴിഞ്ഞിട്ട് നെയിൽ ഒരു ചെറിയ ഇതിൽ പകുതി നെയിൽ വരും. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ബേബിയുടെ ഒരു വളർച്ച അനുസരിച്ച് ഇരിക്കുന്നതാണ് ഡോക്ടർ ഞങ്ങൾക്ക് പറഞ്ഞത്. സോ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിനല്ല, ശരിയാവട്ടെ, എങ്ങനെയെങ്കിലും കുഴപ്പമില്ല. ഫുൾ ഒരു 100% വരില്ലെങ്കിലും 80% അങ്ങനെ വരും. ആ ഷേപ്പൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് എങ്ങനെ അറിയില്ല, ഞങ്ങൾ വളരുമ്പോഴാണ് അറിയുള്ളൂ. സോ ഞങ്ങളെ ഭയങ്കര എമോഷണലി ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എമോഷണലി ഡാമേജ് ആവുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കസിൻസ് ആയാലും റിലേറ്റീവ്സ് ഒക്കെ വന്ന് കാണുമ്പോൾ ഡയറക്റ്റ് വന്ന് കാണുന്നത് കുട്ടിയുടെ കൈ എനിക്ക് എല്ലാവരും നോക്കുന്നത്. അത് കാരണമാണ് കുട്ടിയുടെ കൈ. ഞങ്ങൾക്ക് അത് കാണുമ്പോൾ എല്ലാവരും കുട്ടിയെ നോക്കാനായിട്ട് മുന്നേ കൈയാണ് വിരലാണ് നോക്കുന്നത്. ഭയങ്കര വിഷമമാണ്. അത് എന്താ പറയാ, അതൊക്കെ കടന്നു പോകണം. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളത് പറയുന്നുള്ളൂ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമന്റ് ബോക്സിൽ കൂടെ ഒരുപാട് പേര് ഓരോ ഹോസ്പിറ്റൽ സജഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് അവർക്ക്. നമ്മൾ അവിടത്തൊക്കെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അത് അങ്ങനെ വീടും ചെയ്തിട്ടില്ല. ഒരു കുട്ടി നമുക്ക് മെസ്സേജ് പറഞ്ഞത് ഗംഗ ഹോസ്പിറ്റലിലേക്ക് വിളിക്കാൻ പറഞ്ഞായിരുന്നു. പിന്നെ എറണാകുളം ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരുപാട് കമന്റ് ബോക്സിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് നമ്മൾ ഇൻഫോം ചെയ്ത് ഫോം വിളിച്ച് കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് പറയുകയാണ്. അതെന്ന് വെച്ചെങ്കിൽ ഇത് ലാസ്റ്റ് അപ്ഡേറ്റ് വീഡിയോ ആണ്. ഇനി നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഒരു അപ്ഡേറ്റ് ഉണ്ടായിരിക്കില്ല. അപ്പൊ അത് കാരണമായിട്ട് നമ്മൾ പിന്നെ നമുക്ക് പറയാനുള്ളത് എലക്ട് മിഷൻ ഹോസ്പിറ്റലാണ്. നമുക്ക് ഇവിടെ ചെന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അടിപൊളി നല്ല സർവീസ് നമുക്ക് ഞാൻ ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യാം. അവര് ഭയങ്കര കെയറിംഗ് ആണ്, ഫാസ്റ്റ് ആണ്, നല്ല ഡോക്ടേഴ്സ് ആണ്, നല്ല ആണെങ്കിലും PR ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സും എല്ലാവരും അടിപൊളിയാണ്. കാരണം നമുക്ക് മോള് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ പറഞ്ഞായിരിക്കും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതൊരു ഫുള്ളി ഹോപ്പ് തരാണ്ട് നമുക്ക് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് മുന്നേ തന്നെ തന്ന് നമ്മുടെ മൈൻഡ് ഓക്കെ ആക്കി എന്നിട്ടൊക്കെയാണ് നമുക്ക് ചെയ്തത്. ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പറഞ്ഞു തന്നു പ്രൊസീജിയർ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇതായിരിക്കും നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ കണ്ടോണ്ടിരിക്കുക, ഇനി മേ ബി ഉണ്ടാവുക ഇങ്ങനെയായിരിക്കും റിസൾട്ട് ഒക്കെ നമുക്ക് പറഞ്ഞു തരാം. അത് നമുക്ക് അത്ര അങ്ങോട്ട് ഹേർട്ട് ആയിട്ടില്ല. മുന്നേ തന്നെ പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് 100% അഷുറൻസ് തരാൻ പറ്റില്ല എന്താ ഉണ്ടാവുക എന്ന്. ആദ്യം ഞങ്ങൾ പോയപ്പോൾ ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്ത് ഡയറക്റ്റ് പോയപ്പോൾ അവർ കണ്ടോണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് 100% പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഒരു 8 days വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞത് നിങ്ങളിത് ഹോപ്പ് വെക്കേണ്ട, ഇതെങ്ങനെ ഉണ്ടാവുക, നമ്മളെ മൈൻഡ് ഒന്ന് ഫിക്സ് ആയിക്കോളെ, അതിനനുസരിച്ച് നിങ്ങൾ മൂവ് ഓൺ ആയിക്കോളെ, അത് ശരിയായിരിക്കും. ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫെസിലിറ്റീസ് വരുമ്പോൾ നമുക്ക് ശരിയാക്കാം. ഇനി ഉണ്ടായത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് അങ്ങനെ മൈൻഡ് സെറ്റ് ആയി തുടങ്ങി. ഇപ്പൊ അങ്ങനെ കുഴപ്പമില്ല. നോർമൽ കുട്ടിയുടെ 28 കഴിഞ്ഞു, ഈ ചരട് കിട്ടുന്നൊക്കെ പറയുന്ന സംഭവം ഇപ്പൊ കഴിഞ്ഞു. ഞങ്ങളിപ്പോ കുറച്ചൊക്കെ നോർമലായി. പക്ഷെ ഇപ്പൊ ബാൻഡേജ് എടുത്തോണ്ട് ഞങ്ങൾക്ക് കുറച്ച് എന്താ പറയാ
അത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ അഡാപ്റ്റായി വരണം. ഇപ്പൊ വിസിറ്റേഴ്സ് നമ്മൾ അലോ ചെയ്തിട്ടില്ല, അത് കാരണം നമുക്ക് അത്രയും അങ്ങോട്ട് ഇതായിട്ടില്ല. നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ ഇൻഫെക്ഷൻ ആകുമെന്ന് വിചാരിച്ചിട്ടാട്ടോ, വേറെ ഒന്നുമല്ല. ഇനി ആൾക്കാരൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് നോർമലായിട്ട് വരും. ഒരു 100 കുറച്ച് ദിവസം ഞങ്ങൾ അത് അനുഭവിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനും വന്നു തുടങ്ങിയിട്ടില്ല. വന്നു തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവരും ഡയറക്റ്റായിട്ട് ചോദിക്കും, കുട്ടിയുടെ കൈ നോക്കും, എങ്ങനെയുണ്ട്, അയ്യോ ഇത്ര പോയിണ്ടോ, അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞൊരു സിമ്പതിയിലൊക്കെ നോക്കും. അതൊക്കെ ഞങ്ങൾ ഫേസ് ചെയ്യണം. ഞങ്ങൾ റെഡി ആയി തുടങ്ങി. കാരണം നമ്മൾ തന്നെയാണ് മീഡിയയിൽ അറിയിച്ചതും കാര്യങ്ങളൊക്കെ ഇത്ര ചെയ്തത്. അപ്പൊ നമ്മൾ എന്തായാലും ഫേസ് ചെയ്യണം. ഞങ്ങൾ മീഡിയയിൽ അറിയിച്ചത് ഇത് ഞങ്ങൾ വേണമെന്ന് വെച്ചിട്ട് ചെയ്തല്ലേ. ഞങ്ങൾക്ക് ആ ടൈമില് സപ്പോർട്ട് കിട്ടിയത് മീഡിയയിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ കാരണം. പിന്നെ ഈ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ കുറെ പേര് സപ്പോർട്ടായിട്ട് കുറെ സജഷൻസ് വന്നു തുടങ്ങി. ഹോസ്പിറ്റൽ സജഷൻ നിങ്ങൾ ഇങ്ങനെ ചെയ്തു തുടങ്ങി, ഇങ്ങനെ കേസ് കൊടുത്തുകൂടെ. എത്ര പേരെന്നറിയാം, ഒരുപാട് പേര് മുകളിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് പോലെ തന്നെ അവൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഇനി എന്ത് ചെയ്യണം, എങ്ങനെയുണ്ട് ഒരു കമന്റ് ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം ഇനി ആഫ്റ്റർ എന്തായിരിക്കും എന്നുള്ളതിന്റെ റിസൾട്ട്. അല്ലെങ്കിൽ നമ്മൾ കേസ് നടത്തുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് അടക്കം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒക്കെ കമന്റ് ബോക്സിൽ കിട്ടിയേക്കുന്നത്. ഇഷ്ടംപോലെ നമുക്കതൊരു ഒപ്പീനിയൻ വരുമ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾക്ക് മീഡിയനെ പറ്റിയിട്ടോ യൂട്യൂബിനെ പറ്റിയിട്ടോ ഒന്നും ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളൊക്കെ ബിസിനസ്സാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇതിനെ പറ്റി ഒക്കെ അറിഞ്ഞത് ഞങ്ങൾ ഈ കമന്റ് ബോക്സ് സോഷ്യൽ മീഡിയ വഴി. ഈ ഇൻസിഡന്റ് ആയ കാരണം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ ലേബർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, കുറെ പേരുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവം ഇൻസിഡന്റ് ഉണ്ടായ കാരണം ഞങ്ങൾ അറിഞ്ഞത്. സോ ഈ സപ്പോർട്ടൊക്കെ ഈ മീഡിയ കാരണം വന്നതല്ലേ, വന്നിട്ടുണ്ടാവില്ല ഉറപ്പായിട്ടും. ഞങ്ങൾ ഇനി ഇതിനെ കുറിച്ച് ഇന്ന വീഡിയോ ഞങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഇതോടെ സ്റ്റോപ്പ്. ഇങ്ങനെ കുട്ടി നോർമലായി പൊക്കോട്ടെ എന്നുള്ളൊരു ഞങ്ങൾ അങ്ങനെ മൈൻഡ് ആയിട്ടാണ്. ഞങ്ങൾ ആദ്യമൊക്കെ ഭയങ്കര ഫിക്സ് ആയിരുന്നു. ഇപ്പോഴും ഓക്കെ നോർമലായി വരാം, നമുക്ക് ഇനി ഇതിനുള്ളിൽ അഡാപ്റ്റ് ആയി വേറെ ഒന്നും ഉണ്ടായില്ലല്ലോ എന്നുള്ളൊരു ഓക്കെ ഇതിൽ നിന്നൂലോ എന്നുള്ളൊരു എത്ര ഇൻസിഡന്റ് ഇപ്പൊ റീസെന്റ് ആയിട്ട് കുട്ടി മരിച്ചു എന്നുള്ളത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ പറയാ, അതൊക്കെ കേൾക്കുമ്പോൾ പേടിയാവുണ്ടോ, അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അവരുടെ പാരന്റ്സിന്റെ ഒക്കെ സിറ്റുവേഷൻ എന്തായിരിക്കും, അതൊക്കെ നമുക്കിപ്പോ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കാരണമാണ് നമ്മൾ അതിനേക്കാൾ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് മോൾക്ക് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾക്ക് ആശ്വസിക്കാൻ പോകും. അല്ലാണ്ട് നമ്മളിനി ഇതെന്നെ ആലോചിച്ചിരുന്നതായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് തന്നെ പോകും. പിന്നെ എനിക്കാണെങ്കിലും ആൾക്കാണെങ്കിലും അത് വർക്കിലാണെങ്കിലും നമ്മൾ ഡെയിലി ലൈഫിലാണ് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പൊ നമുക്കത് പറ്റില്ല, നമുക്കത് മൂവ് ഓൺ ആയി പറ്റുള്ളൂ എന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോ സെറ്റ് ആയിട്ട് വരികയാണ്. അപ്പൊ ഇനി വരാൻ പോകുന്ന കണ്ടന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കും. അപ്പൊ അതും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മൾ അപ്ഡേറ്റ്സുകൾ അറിയുന്ന മുകളിലെ കാര്യങ്ങളൊക്കെ അറിയണ പോലെ തന്നെ ഇനി വരുന്ന വീഡിയോസും സപ്പോർട്ട് ചെയ്യുക. ഹാപ്പി ആവാൻ നോക്കണം, വേറെ ഞങ്ങൾ ഹാപ്പി ആവണ്ടേ, ലൈഫിനുള്ളിൽ പോകണ്ടേ. ഇതന്നെ ചിന്തിച്ചിരുന്ന കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. മൂവ് ഓൺ ചെയ്യുന്ന കുട്ടിയുടെ കൈ അത് ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഫെസിലിറ്റീസ് വെച്ച് ഞങ്ങൾ അത് ശരിയാക്കും. സ്കൂളിൽ പോകാനായിട്ട് മുന്നേ അത് എങ്ങനെയും ക്ലിയർ ആക്കാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ്. ഒരു 2-3 years ആണ് ഡോക്ടർ പേര് സഞ്ജു എന്നാണ് കേട്ടോ. സഞ്ജു ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് 2 years ഒക്കെ ആവുമ്പോൾ നമുക്ക് ചെയ്യാം. ഇത് ഓക്കെ ആയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ സ്കൂളിൽ പോകുമ്പോൾ എല്ലാ കുട്ടികളോടും ചോദിച്ചു എന്താ വെച്ചാൽ തമ്പാണ്, നമ്മൾ പേനൊക്കെ വെച്ച് എഴുതേണ്ട ഒരു പേനയായാലും കൈ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ഒരു കൈ വെച്ചിട്ട് അല്ലെങ്കിൽ ആ തമ്പ് വെച്ചിട്ട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനി ഞങ്ങൾ അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും വരുന്നില്ല. ഒരു മോൾ അഡാപ്റ്റ് ആയി, മോൾ അത് വെച്ചിട്ട് സെറ്റ് ആയി. ആളത് അങ്ങനെ അന്വേഷിക്കുക അല്ലെങ്കിൽ ആള് നമ്മുടെ വിരല് കുടിക്കുക എന്നുള്ള സംഭവം കണ്ട് പിള്ളേർ അത് അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നും മോൾക്കില്ല. പിന്നെ മോൾ ഓക്കെ ആണ്, മോളുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരുപാട്. മോള് ഫുള്ളി ഓക്കെ ആണ്, ഒരു കുഴപ്പമില്ല. ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അല്ലാണ്ട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറെ പേര് അപ്ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഒന്ന് ക്രിയേറ്റ് ചെയ്ത്. ഇത്ര ദിവസം ഞങ്ങൾ വീഡിയോ ഒന്നും ഇട്ടുണ്ടാവില്ല. അല്ല ഇപ്പോഴും ഞങ്ങളത് ചെയ്യാനുള്ള പ്ലാൻ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അവിടെ നിർത്തി. പിന്നെ ഇങ്ങനെ സംഭവം ഉണ്ടായി കഴിഞ്ഞു. ഇതിനെ കുറിച്ച് നമ്മൾ ഇനി വേണ്ട എന്നുള്ളതായിരുന്നു. പിന്നെ ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് കൊടുക്കാതിരിക്കാനും പറ്റില്ല, കാരണം അവരാണ് നമ്മുടെ കൂടെ നിന്നിട്ടുള്ളത്. അപ്പൊ അവർക്ക് അപ്ഡേറ്റ് കൊടുക്കണല്ലോ. അപ്പൊ ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായ കാര്യം ഞങ്ങൾ ഇതോടെ അങ്ങനെ സ്റ്റോപ്പ്, ഈ വീഡിയോടെ ഞങ്ങൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതിനെ കുറിച്ച് ഞങ്ങൾ യൂട്യൂബിലൊന്നും ഈ വീഡിയോ പ്രസന്റ് ചെയ്യില്ല. അതിന്റെ ശരിയാവില്ല, അത് അതന്നെ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഇതേ ആൾക്കാർ നാളെ തന്നെ പറയും നിങ്ങൾക്ക് ഇത് കണ്ടന്റിന് വേണ്ടി ചെയ്യാന്ന്. അതുകൊണ്ടല്ല നമ്മൾ ഇനി അത് ചെയ്യാൻ നമുക്ക് മൈൻഡ് കൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ല. So thanks to all.